ഈ അടുത്ത് കേട്ട 1-2 അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. കോളേജ് കാലത്ത് അടിപൊളിയായി പ്രണയിച്ച് നടന്ന് എൻഗേജ്മെൻറ്റ് വരെ എത്തി നിൽക്കുന്ന 2 പേര്. എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചെക്കനൊരു തോന്നൽ, ഞാൻ എന്തിന് ഇവളെ തന്നെ കല്യാണം കഴിക്കണം, എനിക്ക് ഇവളേക്കാൾ സ്മാർട്ടായ അടിപൊളിയായ കുറച്ചുകൂടി സുന്ദരിയായ മറ്റൊരു പെൺകുട്ടിയെ കിട്ടൂലേ. ഈ ഒരു തോട്ട് ഇവൻ്റെ മൈൻഡിൽ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇവരിത് ഷെയർ ചെയ്യുന്നത്. സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഒരുപാട് ഫാക്ടേഴ്സ് ഈ ഒരു തോട്ടിന് പിന്നിലുണ്ട് എന്നുണ്ടെങ്കിലും കാര്യമായിട്ട് ഇവന് സോഷ്യൽ മീഡിയ എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കുമ്പം ഇവന് മൈൻഡിൽ ഭംഗിയുണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോസും പ്രൊഫൈലൊക്കെ കാണുമ്പം എനിക്ക് ഇതുപോലുള്ളൊരു പെൺകുട്ടിയെ കിട്ടൂലേ, എൻ്റെ മൈൻഡിലുള്ളൊരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ അല്ലേ എന്നുള്ളൊരു തോട്ട് ഇവൻ്റെ മൈൻഡിലേക്ക് കയറുമെന്നാണ്. മറ്റൊരു അനുഭവം, വളരെ റീസെൻ്റായിട്ട് കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി. അവൾ തന്നെ പറയുന്നുണ്ട് അവളുടെ ഹസ്ബൻഡ് വളരെ ലവിങ് ആൻഡ് കെയറിങ് ആണെന്നൊക്കെ. പക്ഷേ ഷീ ഈസ് നോട്ട് ഹാപ്പി. വിഷയം എന്താണെന്ന് പഠിക്കുമ്പോൾ ഈ പെൺകുട്ടി യൂട്യൂബിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളൊക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്സ്, ഫാമിലി മാറ്റേഴ്സ് ഒക്കെ നന്നായിട്ട് കാണുന്ന ഒരാളായിരുന്നു. ഇതൊക്കെ കണ്ട് അവളുടെ മൈൻഡിൽ ദാമ്പത്യത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച് അവൾ അറിയാതെ കുറേ കൺസെപ്റ്റ്സ് കയറിയിരുന്നു. ഹസ്ബൻഡ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ കൂടെ ആയിരിക്കണം, ഷോപ്പിങ്ങിന് പോകണം, ട്രിപ്പിന് പോകണം, ലൈഫ് അടിപൊളിയാവണം, പറ്റുമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ വരെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ. ഇങ്ങനെ പല തോട്ട്സ് അവൾ അറിയാതെ മൈൻഡിലുള്ളതുകൊണ്ട് തന്നെ റിയൽ ലൈഫിൽ മറ്റു പല കാര്യങ്ങളിൽ ഹാപ്പി ആയിട്ട് പോലും അവൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. സിമിലർ ആയിട്ടുള്ള പല അനുഭവങ്ങളും ഈ അടുത്ത കാലത്ത് വേറെയും കേട്ടിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ഒരാളെന്നുള്ള രീതിയിൽ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുമോ, അങ്ങനെയൊക്കെ ആളുകൾ കമ്പയർ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടി മൈൻഡിനൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങളും പല അനുഭവങ്ങളും തെളിയിക്കുന്നത്. ഇനി നമ്മുടെയൊക്കെ തന്നെ കാര്യം എടുക്കാം. സമയം പോകാനുള്ള രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങി. ഇപ്പം നമ്മുടെ മുന്നിൽ 1 മിനിറ്റ് ഒഴിവ് കിട്ടുമ്പോഴേക്കും നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിരലുകൾ ചെന്നെത്തുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും യൂട്യൂബിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അതായത് അത്രമാത്രം നമ്മൾ പ്രോഗ്രാംഡായി, അത്രമാത്രം നമ്മൾ അഡിക്റ്റഡ് ആയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി എന്താണ് ആ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് നോക്കുമ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ, നമ്മൾ ഫോളോ ചെയ്യുന്ന സെലിബ്രിറ്റീസിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് അറിയ പോലും ചെയ്യാത്ത ഒരുപാട് ആളുകളുടെ ഫിൽറ്റേർഡ് വേർഷൻസ് ഓഫ് ദെയർ ലൈഫ് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഫ്രണ്ട് വാങ്ങിയിരിക്കുന്ന പുതിയ വീട്, അവൻ്റെ കാർ, അവൻ്റെ സൗകര്യങ്ങൾ, അവൻ്റെ സുന്ദരിയായ ഭാര്യ അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡ്, നമ്മളറിയാതെ നമ്മുടെ മൈൻഡിൽ ഒരു അസൂയ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ തോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന സെലിബ്രിറ്റീസ് ഉണ്ട്, അവരുടെ ഓരോ പോസ്റ്റുകളും നമ്മൾ ഓരോ ദിവസവും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു വാട്ട് വി ഡോണ്ട് ഹാവ്, ഹൗ ഇംപെർഫെക്റ്റ് വി ആർ. ഫിൽറ്റേഴ്സ് ആഡ് ചെയ്തിട്ടെങ്കിൽ ഉണ്ടാക്കുന്ന ഫെയർനെസ്, 6 പാക്ക് ബോഡി, പെർഫെക്റ്റ് ബോഡി പാർട്സ്, ഒത്ത ഹൈറ്റ് ആൻഡ് വെയിറ്റ്, അല്ലെങ്കിൽ ചില ബ്രാൻഡുകൾ സെലിബ്രിറ്റീസിന് പണം കൊടുത്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യിപ്പിക്കുന്ന അവരുടെ പ്രോഡക്ട്സ്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് നമ്മളറിയാതെ നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ച് നമ്മൾ കൺസേൺഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എ സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി, എ ഫീലിംഗ് ഓഫ് ഇംപെർഫെക്ഷൻ. ഇനി നമ്മളൊക്കെ തന്നെ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് നോക്കാം. മുഖത്ത് വല്ല പിമ്പിൾസോ പാടുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്ത് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാൻ തന്നെ മണിക്കൂറുകളോളം സമയമെടുക്കുന്നു. അതായത് വി ഡോണ്ട് ലൈക്ക് അവർ ഇംപെർഫെക്ഷൻസ്. നമ്മളുടെ ഇല്ലായ്മകൾ ബാക്കിയുള്ളവരെ അറിയിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ലൈഫ് ഭയങ്കര അടിപൊളിയാണ്, ഞാൻ എൻ്റെ ജീവിതം നന്നായിട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ബാക്കിയുള്ളവരെ അറിയിക്കാനുള്ള തത്രപ്പാടിലാണ് പലരും. ചില ആളുകളൊക്കെ അവരുടെ ബർത്ത്ഡേസിൻ്റെ അന്ന് അവരെ ബാക്കിയുള്ള ആളുകളെ വിഷ് ചെയ്തിരിക്കുന്നതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ അവരെ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്റ്റോറികളൊക്കെ വീണ്ടും ഷെയർ ചെയ്ത് എന്നെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്, എന്നെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പല ആളുകളും. ദാറ്റ് മീൻസ് പീപ്പിൾ ആർ ഫേക്കിംഗ് ദെയർ ലൈഫ്സ്. അതുപോലെ നോട്ട് ചെയ്യേണ്ടതാണ് ഇക്കാലത്തെ പല ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ. വളരെ മനോഹരമായ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അവരെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇപ്പോഴൊരു ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഒരു പഴയ ഫ്രണ്ട്, ഒരു ക്ലാസ്മേറ്റ് ഒരു മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒന്നെങ്കിൽ ഒരു MLM കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരോ അവരുടെ ബന്ധപ്പെട്ട ആരെങ്കിലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്. ഇത്രമാത്രം യൂട്യൂബ് ചാനലുകൾ വന്നതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ ദിവസവും പോസ്റ്റ് ചെയ്യാനുള്ള കണ്ടൻറ്റുകൾക്ക് ദാരിദ്ര്യമുണ്ട് എന്നുള്ളതാണ് സത്യം. ആശയദാരിദ്ര്യം ഉണ്ടാകുമ്പം യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും കണ്ടെത്തുന്ന മാർഗ്ഗമാണ് സ്വന്തം പ്രൈവസി വ്യൂസ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളത്. അപ്പോഴാണ് അടുക്കളയും അരമനയും അലമാരയും ഒക്കെ തീമുകളായിട്ട് മാറുന്നത്. വാട്ട് ആർ ദ തിങ്സ് ഇൻ മൈ ബെഡ്റൂം, ഡ്രസ് ആൻഡ് കോസ്മെറ്റിക്സ് ഇൻ മൈ വാർഡ്രോബ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എന്നെ കാണാൻ വന്ന സമയത്ത് കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രാങ്ക് ചെയ്യുന്ന വീഡിയോസ്, ബ്രദറും സിസ്റ്ററും ഫൈറ്റ് ചെയ്യുന്ന വീഡിയോസ്, ഇങ്ങനെ സ്വന്തം പ്രൈവസി വ്യൂസ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾ. ഒറ്റയ്ക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിരുന്ന പല ആളുകളും സ്വന്തം വൈഫിനെയോ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ ഫാമിലിയോ സ്ക്രീനിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി അവരുടെ വ്യൂസ് നന്നായിട്ട് കൂടുന്നത് കാണാം. എന്തുകൊണ്ടാണ്
അതിനുശേഷം വ്യൂസ് കൂടുന്നത് എന്നുള്ളത് കൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ എത്രമാത്രം നമ്മുടെ പ്രൈവസി എക്സ്പോസ് ചെയ്യുന്നു അത്രമാത്രം നമ്മുടെ വ്യൂസ് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പ്രൈവസി ഈസ് സംതിങ് യു ക്യാൻ സെൽ വെരി ഈസിലി, ബട്ട് യു കാൺ ബൈ ബാക്ക് ഇറ്റ് വൺസ് ഇറ്റ്സ് സോൾഡ്. ഓരോരുത്തരും എന്ത് പോസ്റ്റ് ചെയ്യണമെന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ ഓഡിയൻസ് ചിന്തിക്കേണ്ടത് നമ്മൾ എന്ത് വാച്ച് ചെയ്യണമെന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പലർക്കും ബാക്കിയുള്ളവരുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കാൻ വല്ലാത്ത ഇഷ്ടമാണ്, ബാക്കിയുള്ളവൻ്റെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. എൻ്റെയും നിങ്ങളുടെയൊക്കെ വീടുകളിൽ നടക്കുന്നത് തന്നെയാണ് ഭൂരിഭാഗം വീടുകളിലും നടക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള പല വ്ളോഗുകളും കണ്ട് കേട്ടിരിക്കുന്ന പല അനുഭവങ്ങൾ, എൻ്റെ ഭാര്യ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നില്ല, ഹസ്ബൻഡ് എന്നെ അത്രമാത്രം കെയർ ചെയ്യുന്നില്ല, ആ വ്ളോഗിലൊക്കെ ഉള്ളതുപോലെ ആയിരുന്നെങ്കിൽ എൻ്റെ ഡാഡി, ഇങ്ങനെ ആളുകൾ ഒരു അൺഹാപ്പി മൂഡിലേക്ക് മാറുന്നു. ഇത്തരത്തിലുള്ള തോട്ട്സ് കാരണം ഒറ്റയടിക്ക് ചിലപ്പോൾ നമ്മളൊരു മാനസിക പ്രശ്നത്തിലേക്ക് ചെന്നെത്തിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇത് നമ്മളൊരു ജനറൽ അൺഹാപ്പിനെസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവുകയും മറ്റു പല ഫാക്ടേഴ്സും ഒരുമിച്ച് വരുന്നതോടുകൂടി നമ്മളൊരു ഡിപ്രഷനിലേക്കോ മാനസിക പ്രശ്നങ്ങളിലേക്കോ പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ മുൻപ് ആസ്വദിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാവുക, പലതിലും ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാതിരിക്കുക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രൈവസി എക്സ്പോസ് ചെയ്യുന്നത് പോലെ തന്നെ ജീവിതം ഫേക്ക് ചെയ്ത് വ്യൂസും ലൈക്സും കൂട്ടുന്ന ചില ആളുകൾ, അവർക്കുള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള സൗകര്യങ്ങൾ, വീട്, വാഹനം, വസ്ത്രം, അത് മാത്രമല്ല ഈവൻ റിലേഷൻഷിപ്പുകൾ പോലും ഫേക്ക് ചെയ്യുന്ന ആളുകൾ. പലപ്പോഴും പല ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന യൂട്യൂബിലെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പല വ്ളോഗേഴ്സ്, അവരുടെ റിയൽ ലൈഫും അവരുടെ യൂട്യൂബിലെ ലൈഫുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ വാച്ച് ചെയ്യുന്ന ആളുകളുടെ ഹാപ്പിനെസ്സിനെ അവരറിയാതെ ഇതൊക്കെ ബാധിക്കുന്നു എന്നുള്ളിടത്ത് എത്തുമ്പോഴാണ് ഇതൊക്കെ ഒരു കൺസേൺ ആയി മാറുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, വേണ്ട നമ്മുടെയൊക്കെ തന്നെ കാര്യം എടുക്കാം. നമ്മളൊക്കെ ഒരു പോസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ട് എത്രമാത്രം സ്ട്രഗിളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ത് പോസ്റ്റ് ചെയ്യണം, എന്ത് ഫിൽറ്റർ ഇടും, അടുത്ത ഞാൻ എന്ത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യും, ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് ഓരോ മൊമെൻറ്റിലും തലപുണ്ണാക്കുന്ന ആളുകൾ. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചേഴ്സ് ഇതിന് കൊടുത്തിരിക്കുന്ന പേര് ഡെക് സിൻഡ്രോം എന്നാണ്. നമ്മളൊരു താറാവിനെ വെള്ളത്തിൽ കാണുന്ന സമയത്ത് താറാവ് വളരെ സുന്ദരമായിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഫ്ലോ ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നതിന് ആ താറാവ് വെള്ളത്തിൻ്റെ അടിയിൽ അതിൻ്റെ കാലുകൾ കൊണ്ട് എടുക്കുന്ന വലിയൊരു സ്ട്രഗിൾ, എഫേർട്ട് ഉണ്ട്. അത് നമ്മളാരും കാണുന്നില്ല. പലപ്പോഴും നമ്മുടെയും പല യൂട്യൂബേഴ്സിൻ്റെ, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ പല പോസ്റ്റുകളുടെയും വീഡിയോസിൻ്റെ ഒക്കെ പിന്നിലുള്ള കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മളൊരു ബ്രേക്ക് എടുത്ത് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്, ആർ വി അഡിക്റ്റഡ് ടു ഓൾ ദീസ്? സോഷ്യൽ മീഡിയയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് കൊണ്ടുവരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളൊരു വേ ഔട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ, ഒരു വ്ളോഗ് കാണുന്ന സമയത്ത് എന്താണ് നമ്മുടെ മൈൻഡിലേക്ക് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളാരും ചിന്തിക്കാറില്ല. ആക്ച്വലി വി നീഡ് എ സോഷ്യൽ മീഡിയ ഡയറ്റ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സോഷ്യൽ മീഡിയ ഡിസ്റ്റൻസിങ് കൂടി നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെയും യൂട്യൂബിൻ്റെയും ഒക്കെ ഈ കാലത്ത് അതൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്ത് മാറി നിൽക്കുക എന്നുള്ളതൊരു പക്ഷേ നടക്കുന്ന കാര്യമായിരിക്കില്ല. ബട്ട് വി നീഡ് സം പ്രിവെൻറ്റീവ് സ്ട്രാറ്റജീസ്. ഏതൊരാളുടെയും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സമാധാനവും സന്തോഷമൊക്കെ തന്നെയാണ്. നമുക്കൊരാളുടെ പോസ്റ്റ് കാണുന്ന സമയത്ത് എന്ത് ഫീലിങ്സ് ആണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് അസൂയാണോ തോന്നുന്നത്, അല്ലെങ്കിൽ ആ പോസ്റ്റിൽ നമ്മൾ ഡിസ്കംഫേർട്ടാണോ? ജസ്റ്റ് അൺഫോളോ ദം. നമുക്കൊരു പോസ്റ്റിൽ നിന്നും നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ വൈ ആർ വി ഫോളോയിങ് ദം? ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, ചിലപ്പോൾ ചില നടിമാരുടെ ഫോട്ടോ കാണുന്ന സമയത്ത്, പോസ്റ്റ് കാണുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ മോശപ്പെട്ട കമൻറ്റുകളാണ്. വൈ ആർ വി ഗോയിങ് ടു ബോദർ ദം? നമ്മളുടെ മാനസികാവസ്ഥയെ അത് എവിടെയാണ് ബാധിക്കുന്നത്? സി, ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് കംഫർട്ട്, ജസ്റ്റ് അൺഫോളോ ദം. നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് അൺഹാപ്പിനെസ് ആണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അൺഫോളോ മീ. നമ്മളൊരാളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കാണുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേറ്റീവായിട്ട്, എന്തെങ്കിലും വാല്യൂ അഡീഷനായിട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫീൽ ഗുഡ് സിറ്റുവേഷൻ എങ്കിലും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഹാപ്പി ആണെന്നുള്ളതാണ്. പക്ഷേ നമ്മളറിയാതെ, നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ അൺഹാപ്പി ആവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് അഡിക്റ്റഡ് ടു ലൈഫ്. നമുക്ക് യഥാർത്ഥ ജീവിതം
കുറച്ചുകൂടി ആസ്വദിക്കാം. നമ്മളൊരു സ്കൂളിൽ ഒരു ആനിവേഴ്സറി പ്രോഗ്രാം കാണാൻ പോകുന്ന സമയത്ത് കുട്ടികൾ ഒരു പക്ഷേ സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഓഡിയൻസിൽ ഭൂരിഭാഗം ആളുകളും അവരുടെ കണ്ണുകൾ കൊണ്ടായിരിക്കില്ല ആ പ്രോഗ്രാം കാണുന്നത്. പകരം അവരുടെ ക്യാമറ കണ്ണുകൾ കൊണ്ടായിരിക്കും. അതായത് ആ മൊമെൻ്റ് അവർ എൻജോയ് ചെയ്യാൻ മറന്നു പോകുന്നു എന്നർത്ഥം. നമ്മൾ നമ്മുടെ ക്യാമറകളിൽ പലതും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഹൃദയത്തിൽ കൂടി ക്ലിക്കാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയി നോക്കുന്ന സമയത്ത് ക്യാമറകളിൽ എടുത്തിരിക്കുന്ന ഫോട്ടോകൾ മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. ഹൃദയത്തിലെടുത്ത ഫോട്ടോസ്, അനുഭവങ്ങൾ നമുക്കുണ്ടാവില്ല. ഹാപ്പിനെസ് ആൻഡ് ഹാപ്പിനെസ്. അതിനു വേണ്ടിയായിരിക്കട്ടെ നമ്മുടെ ഓരോ ക്ലിക്കും, ലൈക്കും, കമൻറ്റും, നമ്മുടെ ഓരോ ശ്വാസവും. സൈനിങ് ഓഫ്. താങ്ക് യു.